കലകൾ എന്നും മനുഷ്യന് ആനന്ദമുണ്ടാക്കുന്നവയാണ്. ഈ ആനന്ദം ജീവിതത്തിലുടനീളം ഉള്ളവരാണ് ഗോത്രജനസമൂഹം. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതചക്രങ്ങളിൽ ഗോത്ര കലാരൂപത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ആചാര അനുഷ്ഠാന കലകളും ആനന്ദ നൃത്തങ്ങളും ഗോത്രഗാനങ്ങളും എന്നുവേണ്ട വ്യക്തി, കുടുംബം, ഗോത്രം ഈ 3 ഘടകങ്ങളിലും കല എന്ന വിപുലമായ കലാപാരമ്പര്യ സമ്പത്ത് നമ്മുടെ ഗോത്ര സമൂഹങ്ങളിലുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ കിട്ടിയാടുവാനോ കയ്യടി നേടുവാനോ ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയതല്ല ഗോത്രകലകളൊന്നും. ഓരോ സാമൂഹ്യ സാഹചര്യത്തിനും കാലത്തിനും അനുസൃതമായ രീതിയിൽ ഇവയെല്ലാം രൂപപ്പെടുകയാണ് ഉണ്ടായത്. ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കല ജനനം, വിവാഹം, മരണം, കൃഷി, രോഗചികിത്സ, പ്രാർത്ഥന എന്നിങ്ങനെ ഗോത്ര സംസ്കാര ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് ഗോത്രകലകൾ. പ്രാചീന കാലം വരെ പഴക്കമുള്ള കലകളും സംഘകാലഘട്ടത്തിലെ കലകളും ഇന്നും നിലനിൽക്കുന്നത് ഗോത്രജനസമൂഹങ്ങളിലാണ്. ലോകത്തിൽ ആദ്യമായി കലാകാരന്മാർ ഉത്ഭവിച്ചത് ഗോത്ര സമൂഹങ്ങളിലാണ്. പാട്ട്, നൃത്തം, ചിത്രരചന, ശില്പകല, വാദ്യോപകരണ കല, ആയോധന കല എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കലകൾ ഉത്ഭവിച്ചത് ഗോത്ര സമൂഹങ്ങളിലാണ്. ഈ ഗോത്ര കലാരൂപങ്ങൾ വികസിച്ചതാണ് ലോകത്തിലുള്ള ഇന്നത്തെ കലാരൂപങ്ങളെല്ലാം. ലോകത്ത് മിക്ക ഗോത്ര സമൂഹങ്ങളിലും മൃഗാനുകരണ കലകളുണ്ട്. ആമസോൺ ഗോത്രവർഗ ജനതയിലും ഓസ്ട്രേലിയൻ, ശ്രീലങ്ക ഗോത്രങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെയും ബ്രസീലിലെയും തെക്കൻ ഐവറി കോസ്റ്റിലെയും ഇന്ത്യയിലെയും ഗോത്ര സമൂഹങ്ങൾ മൃഗാനുകരണ കലകൾ അവതരിപ്പിക്കുന്നവരാണ്. മാനായും പുലിയായും തവളയായും കരടിയായും മയിലായും ആദിമ ഗോത്ര സമൂഹങ്ങൾ വേഷം കെട്ടി ആടിയിരുന്നു. പ്രാചീന കാലം മുതൽ മൃഗങ്ങളെ വേട്ടയാടിയും മൃഗങ്ങളോട് ഇണങ്ങിയും പിണങ്ങിയും നിരീക്ഷിച്ചും ആണ് മൃഗാനുകരണ കല രൂപപ്പെട്ടത്. കേരളത്തിൽ മൃഗാനുകരണം നടത്തുന്ന ഗോത്ര സമൂഹങ്ങളുണ്ട്. ഇവരിൽ ചിലരെ പരിചയപ്പെടുത്താം. ഗോത്രങ്ങളുടെ പേരും കലാരൂപവുമാണ് ഇവിടെ പറയുന്നത്. ഇരളരുടെ ഏലേലം കരടി, കുറിച്യരുടെ നരിപ്പാട്ട്, പതിയർ, കുറുമർ, കാടർ എന്നിവരുടെ നരിക്കോത്ത്, മലയരുടെ നായാട്ടുകളി, മലപ്പൊലയരുടെ മാൻകൊത്തു വിളയാട്ടം, കരടികളി, ഊരാളികളുടെ വേട്ടക്കളി, പാമ്പാട്ട് നാടകം, അടിയരുടെ പുലിനൃത്തം, കാടരുടെ തവളകളി, വേടരുടെ കതിരുകാളകൾ തുടങ്ങിയ ഗോത്ര സമൂഹങ്ങളിൽ മൃഗാനുകരണ കല ഉള്ള ഗോത്രങ്ങളാണ്. വനത്തിനുള്ളിലെ എല്ലാ മൃഗങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളും നൃത്തങ്ങളും നമ്മുടെ ഗോത്ര സമൂഹങ്ങളിടയിലുണ്ട്. പശ്ചിമഘട്ടത്തിലെ ആദിമ ഗോത്ര സമൂഹങ്ങളുടെ ഊരുകൾ അനേകം ഗോത്രകലകളുടെ ആട്ടക്കളങ്ങളാണ്. പരമ്പരാഗത നൃത്തത്തിൻ്റെയും ഗോത്രഗാനങ്ങളുടെയും കലവറകളാണ് നമ്മുടെ ഗോത്രജനസമൂഹങ്ങളുടെ സംസ്കാരത്തിലുള്ളത്. ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യൻ്റെ ജീവിത ചക്രത്തിലുള്ള ഘട്ടങ്ങളിലാണ് കലാരൂപങ്ങൾ അരങ്ങേറുന്നത്. ഗോത്ര സമൂഹത്തിൻ്റെ കലാരൂപങ്ങളുടെ പേരുകൾ ആട്ടം, കൂത്ത്, കളി, തുള്ളൽ എന്നിങ്ങനെയാണുള്ളത്. സിനിമ എന്ന അഭിനയ കലയുടെയും ആധുനിക നാടകങ്ങളുടെയും പൂർവിക മാതാവാണ് അഭിനയ കലയായ ഗോത്ര നാടകങ്ങൾ. ഇവയെല്ലാം അഭിനയ കലകളാണ്. ഇന്ന് ആധുനികതയുടെ അധിനിവേശം ഗോത്രസ്വത്വത്തിൽ കടന്നുകയറി എല്ലാം ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ആരും അറിയാതെ നിരവധി ഗോത്ര കലകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ചിലത് എപ്പോൾ വേണമെങ്കിലും മൺമറഞ്ഞു പോകാം എന്ന നിലയിലാണ് ഗോത്രകലകളുടെ അവസ്ഥ. നിലവിൽ അവശേഷിക്കുന്ന ഗോത്രകലകളെ പരിരക്ഷിച്ചാൽ മാത്രമേ തനത് വംശീയ സംസ്കൃതിയെ കാത്തുസൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഗോത്ര സമൂഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തേണ്ടത് ഗോത്ര സമൂഹങ്ങളിലെ വ്യക്തികളുടെയും കൂടി കടമയാണ്. ഗോത്രജനസമൂഹങ്ങളുടെ അഭിനയകലയായ മൃഗാനുകരണ കലയെക്കുറിച്ചും ഗോത്ര നാടകകലയെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തിയത്. ഗോത്ര സമൂഹത്തിൻ്റെ മറ്റൊരു വിഷയവുമായി ഗോത്ര പൈതൃകം വീണ്ടും വരുന്നതുവരെ
വണക്കം മലനാട് മക്കളെ.